കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ റിമാൻഡിലായ പ്രതി ഷിംജിത മുസ്തഫയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകിയ അന്വേഷണ സംഘം. ലൈംഗികാതിക്രമം ഉണ്ടായെന്ന അറസ്റ്റിന് ശേഷം മൊഴി ആവർത്തിച്ച് ഷിംജിതയുടെ ഫോൺ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കായി ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയാണ്. ലൈംഗികാതിക്രമ ആരോപണത്തിന് പിന്നാലെ ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയുടെ ഫോൺ വിശദമായി പരിശോധിക്കാൻ പോലീസ് ദീപകിന്റെ വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. ഷിംജിതയെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ അന്വേഷണ സംഘം ഷിംജിതയുടെ ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും ഷിംജിതയിൽ നിന്നും പ്രാഥമിക മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഫോണിൽ നിന്നും കണ്ടെടുത്ത വിവാദ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്താണ് പ്രചരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് പോലീസ് ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അതേസമയം തനിക്ക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന പ്രാഥമിക മൊഴിയിൽ ഷിംജിത ഉറച്ചു നിൽക്കുകയാണ്. ദീപക് ലൈംഗികാതിക്രമം നടത്തിയെന്നും തെളിവിനായാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നും ഷിംജിത മൊഴി നൽകി. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.